സമാധി 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 ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. ഇന്ന് നമ്മുടെ വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഗോപൻ സ്വാമിയും അദ്ദേഹത്തിന്റെ സമാധിയും. എന്താണ് ശരിക്കും ഈ സമാധി? മരിക്കുന്ന എല്ലാ സന്യാസിവര്യന്മാരും സമാധിയാകുന്നുണ്ടോ? അതോ ഈ കേരളത്തിൽ മാത്രമാണോ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത്? ഇന്ന് ഞാൻ എന്തായാലും നിങ്ങളോട് സമാധിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ്. സമാധിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കണേ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുകയും വേണം. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറാക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. തെക്കൻ ഭാരതത്തിലെ ബ്രാഹ്മണർ ഒഴികെ വരുന്ന മറ്റ് ജനവിഭാഗങ്ങളിൽ ഭൂരിഭാഗം വരുന്ന വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ മരണാനന്തര ക്രിയയ്ക്ക് ശേഷം ഭൗതിക ശരീരം ദഹിപ്പിക്കാതെ മണ്ണിലടക്കുകയും അതിനു മുകളിൽ കല്ല് സ്ഥാപിച്ച് ആരാധിക്കുക എന്നത് തന്നെയായിരുന്നു ആചാരം. അത് ദ്രാവിഡ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. അതിൽ വിശേഷമായി മാന്ത്രിക പാരമ്പര്യം, കളരി പാരമ്പര്യം, ശാക്തേയ പാരമ്പര്യം എല്ലാമുള്ള കേരളത്തിലെ പല തറവാടുകളുടെയും മന്ത്രസിദ്ധന്മാരെയും അവരുടെ പത്നിമാരെയും വരെ സമാധി ചെയ്യാറുണ്ട്. ഇന്നും അത്തരം സമാധിയിടങ്ങൾ നമുക്ക് കേരളത്തിൽ അനവധി കാണാവുന്നതുമാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥകളിലേക്ക് കേരളത്തിലെ ജനം പലായനം ചെയ്തപ്പോൾ സ്ഥല സൗകര്യ കുറവുകൾ കൊണ്ട് തന്നെയായിരിക്കാം കുലസംബന്ധിയായ ആചാരങ്ങളിലെ മണ്ണിലടക്കം ചെയ്യുക എന്ന സമ്പ്രദായം മാറി അഗ്നിയിൽ ദഹിപ്പിക്കുക എന്ന വിധാനത്തിലേക്ക് വന്നത് എന്നിവിടെ ചിന്തിക്കാവുന്നതുമാണ്. ഇനി സമാധിയിലേക്ക് വരാം. മന്ത്രം, ധ്യാനം, പ്രാണായാമം, ആസനം തുടങ്ങിയ താന്ത്രിക നിയമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സാധകൻ അനവധി വർഷങ്ങൾ കൊണ്ട് ആന്തരികമായി മനുഷ്യ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രങ്ങൾ ഭേദിച്ച ശേഷം സഹസ്രാര പത്മത്തെയും ഭേദിച്ചു ദശാപ്രാണനെയും ശരീരത്തിൽ നിന്ന് മുക്തമാക്കുന്നതിനെയാണ് സമാധി എന്ന് തന്ത്രം പറയുന്നത്. എന്നാൽ ചില സിദ്ധമാന്ത്രിക സമ്പ്രദായങ്ങളിൽ ആജ്ഞാചക്രത്തിൽ ചില പ്രാണനുകളെ ഏകീകരിച്ച് സ്ഥിതി വരുത്തി മറ്റു പ്രാണനുമായി മുക്തമാക്കുന്ന വിധാനങ്ങളും വിശ്വാസങ്ങളും ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. അനാദികാലങ്ങളായി മന്ത്രധ്യാന, ആസന, പ്രാണായാമ നിയമാദികളിലൂടെ സഞ്ചരിച്ച അനവധി മഹാരഥന്മാർ ഇവിടെ തെക്കൻ ഭാരതത്തിലും വിവിധ രീതിയിൽ സമാധി വരിച്ചിട്ടുണ്ട്. സമാധി എന്ന പദത്തിനർത്ഥം മരണം എന്നാണെന്ന് പലരും കരുതുന്നു. സമാധി എന്ന പദത്തെ സമ പ്ലസ് ആദി എന്ന് പിരിക്കുമ്പോൾ സമ എന്നത് സമനില എന്നും ദി എന്നാൽ ബുദ്ധി എന്നുമാണ്. അർത്ഥം ഭൗതികമായി സമനിലയിൽ എത്തുന്നതിന് സമാധി എന്ന് പറയുന്നു. പരമോന്നതമായ നിലയാണ് മഹാസമാധി എന്ന് ശാസ്ത്രം സൂചിപ്പിക്കുന്നു. സമാധി നിലയിലെത്തിയ ഒരാൾക്ക് തിരിച്ചു വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരാമെന്ന് പറയുമെങ്കിൽ പോലും ചരിത്രപരമായി സമാധി നിലയിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് ആരും തിരിച്ചു വന്നതായി കാണുന്നുമില്ല. ഭോഗർ, പുലിപാണി സ്വാമി, ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടങ്ങി സ്വാമി വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, ശിവപ്രഭാകര സിദ്ധയോഗികൾ, അങ്ങനെ അനവധി മഹാമനുഷ്യർ സമാധിയായ മണ്ണാണ് നമ്മുടേത്. സമാധികളിൽ തന്നെ സാമ്പ്രദായികമായി വൈവിധ്യങ്ങളെയും പറയുന്നുണ്ട്. സാമ്പ്രദായികമായ സമാധികളെ വൈവിധ്യപൂർവ്വം ഇനി വിസ്മരിക്കട്ടെ. താന്ത്രിക ക്രിയകൾ അനുഷ്ഠിച്ചു വന്നവർ താന്ത്രിക ചര്യയിൽ സമാധി വരിക്കുന്നതിനെ താന്ത്രിക സമാധി എന്ന് പറയുന്നു. കളരി സമ്പ്രദായത്തിൽ കളരി പ്രാണായാമം, ആസനം, മന്ത്രം, ധ്യാനം, മുറ എന്നിവയിൽ ചരിക്കുന്നവർ സമാധി വരിക്കുന്നതിന് കളരി സമാധി എന്ന് പറയുന്നു. അവരുടെ സമാധിക്രിയകൾ എല്ലാം കളരിയോടനുബന്ധിച്ച് തന്നെയാണ് നടത്തുക. ഇത് കേരളത്തിന്റെ തനതായ കളരി പാരമ്പര്യമായി അറിയപ്പെടുന്നു. ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുന്നതിന് പറയുന്ന പേരാണ് മരണം. അതിനുശേഷം ആത്മാവ് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു. നമ്മുടെ മുജ്ജന്മത്തിലെ കർമ്മങ്ങൾ, അതായത് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ ചെയ്യുന്നതോ നമ്മുടെ വാസനകളോ ആഗ്രഹങ്ങളോ ഒക്കെ അനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതനുസരിച്ചുള്ള ആത്മാശരീര വേർപെടലാണ് മരണം. എന്നാൽ സാധകന്മാരുടെ കാര്യത്തിൽ ശുദ്ധി കൂടിയ ഉയർന്ന അവസ്ഥയിലെത്തിയ സാധകന്മാർക്ക് ചില വ്യത്യസ്തതകളുണ്ട്. അതായത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ശരീരം വിട്ടുപോകാൻ കഴിയും. അവരെ കർമ്മബന്ധങ്ങൾ വലുതായി ബാധിക്കുന്നില്ല. ആത്മശുദ്ധി വന്ന മഹായോഗികളായവർ സ്വന്തം ഇച്ഛ കൊണ്ട് ശരീരം വിടുന്നതിന് പറയുന്ന പേരാണ് സമാധി. ആത്മാവിന് ശുദ്ധി വന്ന മഹാത്മാക്കൾക്ക് സ്വന്തം ശരീരം വിട്ടുപോകാൻ പരബ്രഹ്മത്തിന്റെ സഹായം ആവശ്യമില്ല. അവർ സ്വയം വേർപെട്ട് അടുത്ത ജന്മത്തിലേക്കോ മോക്ഷത്തിലേക്കോ പോകുന്നു. സന്യാസിമാരും സാധകന്മാരും ഇത്തരത്തിലാണ് സമാധിയാകുന്നത്.
എന്നാൽ എല്ലാ സന്യാസിമാരും സാധകന്മാരും സമാധിയാകുമെന്നും ഇതിനർത്ഥമില്ല. കാരണം ആത്മാവിന്റെ ശുദ്ധി ഒരു ജന്മം കൊണ്ട് ഉണ്ടാകുന്നതല്ല, പല പല ജന്മങ്ങൾ എടുക്കും ഈ അവസ്ഥയിലെത്താൻ. ഒരാൾ സമാധിയായാൽ അത് സമാധിയാണോ എന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല. കാരണം ശരീരം വിട്ട ആത്മാവിന്റെ ബോധനില, ശുദ്ധി, ആത്മീയ നില അത് എന്തായിരുന്നു എന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധന ചെയ്യുന്ന മനുഷ്യർക്ക്, ഉയർന്ന ബോധനിലയിലെത്തിയ സാധകർക്ക് സ്വ ഇച്ഛയാൽ സ്വശരീരം വിട്ടുപോകാൻ ഇങ്ങനെ ചില സ്വാതന്ത്ര്യങ്ങൾ ഈശ്വരൻ കനിഞ്ഞു നൽകുന്നു. പഞ്ചഭൂതങ്ങളാകുന്ന പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം ഇതിലേക്കാണ് ശരീരത്തെ ലയിപ്പിക്കുന്നത്. പൃഥ്വി സമാധി എന്ന് പറഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കേണ്ട ഘട്ടമെടുക്കുമ്പോൾ യോഗി അല്ലെങ്കിൽ സാധകൻ അല്ലെങ്കിൽ സന്യാസി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി ഭൂമിയിൽ കുഴി കുഴിച്ച് യോഗി കുഴിയിൽ ഇറങ്ങിയിരുന്ന ശേഷം മുൻ നിർദ്ദേശപ്രകാരം ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു എന്ന് ഉറപ്പുവരുത്താൻ ശിഷ്യന്മാരിൽ പ്രധാനി യോഗിയുടെ ശ്വാസം പരിശോധിക്കുകയും ശ്വാസം നിലച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഭസ്മം, ഉപ്പ്, മണൽ, കുരുമുളക് തുടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ട് സാവധാനം കുഴി മൂടുകയും ചെയ്യുന്നു. ഓർക്കുക, ആത്മാവ് ശരീരം വിട്ട ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ പൃഥ്വി സമാധി അല്ലെങ്കിൽ മൺസമാധി എന്ന് പറയും. അഗ്നിസമാധി എന്ന് പറഞ്ഞാൽ യോഗിക്ക് തൻ്റെ ശരീരം ഉപേക്ഷിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അഗ്നിയായ യോഗാഗ്നി, ഈ അഗ്നിയെ അദ്ദേഹം ആളിക്കത്തിപ്പിക്കും. അങ്ങനെ കത്തിച്ച് സ്വയം ചാമ്പലാവും. ഇതിൽ മറ്റാർക്കും യാതൊരു ജോലിയുമില്ല. ഇങ്ങനെ സ്വയം ഭസ്മമായ ആൾ ശരീരത്തെ മാത്രമാണ് ഭസ്മമാക്കുന്നത്. ധരിച്ചിരുന്ന വസ്ത്രത്തിന് പോലും യാതൊന്നും സംഭവിക്കില്ല എന്നതാണ് കാരണം. ശരീരത്തിനുള്ളിലെ അഗ്നിയാണ് ശരീരത്തെ ദഹിപ്പിച്ചത്. ആ അഗ്നിക്ക് മറ്റൊന്നിനെയും നശിപ്പിക്കാനാവില്ല. അങ്ങനെ അഗ്നിസമാധിയായവരാണ് ഗുഹൈ നമഃശിവായം, ഗുരു നമഃശിവായം തുടങ്ങിയ മഹായോഗികൾ. തിരുവണ്ണാമലയിൽ ഇന്നും അവരുടെ ഭസ്മം നമുക്ക് ദർശിക്കാനാവും. ഇങ്ങനെ സ്വയം ശരീരം ദഹിപ്പിച്ച് അപ്രത്യക്ഷമാവുന്നതാണ് അഗ്നിസമാധി അഥവാ തേജോസമാധി. ജലസമാധി എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നതിന് മുൻപേ തന്നെ വിധിപ്രകാരം ശരീരത്തിൽ ഇന്നത് ചെയ്തിരിക്കണം, തിരശീല കൊണ്ട് കെട്ടണം, അതിനുശേഷം ഇന്നത് ചെയ്യണം, ക്രിയ ചെയ്യണം എന്നിങ്ങനെ വിധിപ്രകാരം അതെല്ലാം ചെയ്ത ശേഷം സമാധിയാവുന്ന മഹാത്മാവിന്റെ ശരീരം ജലത്തിൽ നിമജ്ജനം ചെയ്യുന്നു. ഇങ്ങനെ നിമജ്ജനം ചെയ്തു കഴിഞ്ഞാൽ ഈ ശരീരം ജലസമാധിയാണെങ്കിൽ അതൊരിക്കലും ജലത്തിന് മുകളിലേക്ക് പൊങ്ങി വരില്ല എന്ന് മാത്രവുമല്ല, യാതൊരു അവശിഷ്ടങ്ങളും ഒരിക്കലും ലഭിക്കുകയുമില്ല. ഭഗവാൻ ശ്രീരാമൻ ജലസമാധിയായതാണ്. ഭഗവാന് മുൻപും ശേഷവും ഒരുപാട് മഹാത്മാക്കൾ ജലസമാധിയായിട്ടുണ്ട്. വസിഷ്ഠ ഗുഹയിലുണ്ടായിരുന്ന ചൈതന്യാനന്ദ സ്വാമികൾ ജലസമാധിയായതാണ്. തിരുവനന്തപുരത്തുള്ള സ്വാമി അഭേദാനന്ദ തിരുവടികൾ ഗംഗയിൽ ജലസമാധിയാവുകയായിരുന്നു. അദ്ദേഹം ശിഷ്യന്മാരോട് നിർദ്ദേശിച്ച പ്രകാരം ഒരു വള്ളത്തിൽ ഗംഗയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങുകയും അവിടെ എത്തി സമാധിയായി ബോഡി ഗംഗയിൽ നിമജ്ജനം ചെയ്യുകയുമായിരുന്നു. ജലസമാധിയുടെ പ്രത്യേകത, സമാധിയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ബോഡി ലഭിക്കില്ല. എന്നാൽ ഒരാൾ ജലത്തിൽ മുങ്ങി മരിച്ചാൽ ആ ശരീരം ഒരു നിശ്ചിത സമയത്തിനു ശേഷം ജലത്തിന് മുകളിലേക്ക് ഉയർന്നു വരും. ഇല്ലെങ്കിൽ അസ്ഥിയെങ്കിലും ലഭിക്കും. സമാധിയിൽ അതുണ്ടാവില്ല. ശാസ്ത്രവുമായി അത്ര പൊരുത്തപ്പെടില്ല എങ്കിലും അതാണ് സത്യം. വായുസമാധിയെ നമ്മൾ പറയും ഉടലോടെ സ്വർഗത്തിൽ പോയെന്ന്. അങ്ങനെ ഒരു സംഗതിയില്ല. ഉടലോടെ പോകാൻ ആർക്കും തന്നെ കഴിയില്ല. പൂന്താനം, ഗുരുവായൂർ മഞ്ജുള, ദ്വാരകയിലെ വിഗ്രഹത്തിൽ ലയിച്ചു എന്ന് പറയുന്ന ഭക്തമീര, ഇവരൊക്കെ വായുസമാധിയോ ആകാശസമാധിയോ ആണ്. അത് ഏതാണ് എന്ന് വേർതിരിച്ചറിയാനാവില്ല. കാരണം രണ്ടും ശരീരം അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനിൽ ലയിച്ചു എന്നൊക്കെ പറയും. ഭഗവാനിൽ ലയിക്കുന്നതല്ല, ശരീരം അപ്രത്യക്ഷമാകുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ മഹാത്മാവ് തൻ്റെ ശരീരത്തെ അപ്രത്യക്ഷമാക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അപ്രത്യക്ഷമാവുന്നതുമല്ല, അത് ശരീരത്തെ വായുവിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ശരീരം വിഘടിച്ച് ആത്മാവ് അതിൽ നിന്നും പുറത്തു പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ശരീരത്തെ വിഘടിപ്പിച്ച് അതിസൂക്ഷ്മമായ വായുകണങ്ങളായി മാറുകയും പിന്നീട് അതിനെ വിഘടിപ്പിച്ച് അതിൻ്റെ മൂലകങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുകയും അങ്ങനെ ശരീരത്തെ വിഘടിപ്പിച്ച് വായുവിൽ ലയിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വായുസമാധി അല്ലെങ്കിൽ ആകാശസമാധി. ശരീരത്തെ വിഘടിപ്പിച്ച് അപ്രത്യക്ഷമാക്കുക, വാസ്തവത്തിൽ അപ്രത്യക്ഷമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബോഡി ഇല്ലാതെയാവുന്നില്ല. അത് മൺസമാധിയിലും അഗ്നിസമാധിയിലും ജലസമാധിയിലും സംഭവിച്ചതുപോലെ തന്നെ ശരീരത്തെ വിഘടിപ്പിച്ച് അതിൻ്റെ ജലഭാഗം ജലത്തിലേക്കും അഗ്നിഭാഗം അഗ്നിയിലേക്കും ഖരഭാഗം കരയിലേക്കും വായുഭാഗം വായുവിലേക്കും പോകുന്നു. എല്ലാ സമാധികളിലും ആത്യന്തികമായി ഒരേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്.
പക്ഷേ നാം നോക്കുന്ന സമയത്തുള്ള വ്യത്യാസമനുസരിച്ചാണ് പഞ്ചഭൂത സമാധികൾ എന്ന് പറയുക. ജീവൽ സമാധി എന്നൊന്നില്ല. ജീവനോടെ ആരും സമാധിയാവില്ല. ആത്മാവ് ശരീരം വിട്ട ശേഷമാണ് സമാധി ഇരിക്കുന്നത്. ജീവനോടെ സമാധിയാകുന്നതാണ് ജീവൽ സമാധി എന്ന് ചിലർ ഈ അടുത്തിടെയായി വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയൊന്നില്ല. മരണം, ആത്മഹത്യ, സമാധി ഇവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തത് നിങ്ങളുടെ അജ്ഞത കൊണ്ട് മാത്രമാണ്. ഇതൊരു ആധ്യാത്മിക ശാസ്ത്രമാണ്. അത് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സമാധി എന്തെന്നറിയാത്തവർ പലതും വിളിച്ചു പറയും. അത് അവരുടെ വിവരക്കേട് മാത്രമാണ്. ഹിന്ദുമതത്തെ താറടിക്കുക എന്നത് മാത്രമാണ് അത്തരക്കാരുടെ ലക്ഷ്യം. സമാധിയും മരണവും തമ്മിലുള്ള വ്യത്യാസം അന്ധമായ ഒരു പാരമ്പര്യത്തിൻ്റെ ആശയമായിരിക്കാം. എന്നാൽ അവ രണ്ടു തരം അനുഭവങ്ങളായിരിക്കും. സമാധി ഒരു ആത്മീയ അവസ്ഥയാണ്. ഇത് സാധാരണയായി ധ്യാനത്തിൻ്റെ ഗഹന അവസ്ഥ അല്ലെങ്കിൽ ആത്മനിർവ്വാണം എന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മനസ്സിൻ്റെ അടയാളമായ എല്ലാ ലൗകിക ആശങ്കകളും ദുഃഖങ്ങളും സംശയങ്ങളും വിട്ട് അവബോധത്തിൽ ഒരുപോലെ സമാധാനവും സുഖവും അനുഭവപ്പെടുന്ന അവസ്ഥയാണ് സമാധി. എന്നാൽ മരണം അതിൻ്റെ ഭൗതിക അർത്ഥത്തിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തപ്പെടുകയും ജീവശേഷി ശരീരത്തെ ഒഴിഞ്ഞു പോവുകയും എന്നിവയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ മരണത്തിൻ്റെ ഒരു ആധികാരിക അർത്ഥത്തിൽ അത് ഒരാളുടെ അന്തരാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസ്ഥയായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. സമാധി എന്ന സങ്കല്പവും ആചാരവും ഭാരതം ഒന്നാകെ അംഗീകരിച്ച ഒരു വിശ്വാസ സംഹിതയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ രാഷ്ട്രമായ ഭാരതത്തിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന പ്രാഥമിക ബോധം ഓരോ വിശ്വാസികൾക്കും താന്ത്രികന്മാർക്കും മാന്ത്രികന്മാർക്കും ഇന്ന് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് ബാലരാമപുരത്തുണ്ടായ ഗോപൻ സ്വാമിയുടെ സമാധി വിഷയം ഓർമ്മിപ്പിക്കുന്നു. സമാധിയെക്കുറിച്ച് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആഘോഷത്തോടെ നടത്തുകയാണ്. ഒരു നിമിഷം അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകളും കഥകളും കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.